Hi friends, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തക്കാളി ചട്നിയാണ്. ഇനി വീട്ടിൽ ദോശ, ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തക്കാളി ചട്നി ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 8-10 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുക. 2 മിനിറ്റ് നേരം മീഡിയം തീയിൽ ചൂടാക്കുക. പരിപ്പിൻ്റെ കളർ മാറുന്ന വരെ ചൂടാക്കുക. പരിപ്പ് ചെറുതായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് ഇളക്കി 3 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. അതിനുശേഷം 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. 3 മിനിറ്റ് വീണ്ടും മീഡിയം തീയിൽ വേണം വഴറ്റാൻ. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ചൂട് മാറിയതിന് ശേഷം ഇതെല്ലാം ഒരു ഗ്രൈൻഡറിലിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കുക. ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു പാനിൽ 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കുക. അതിൽ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഇളക്കുക. 1 മിനിറ്റ് ചൂടാക്കുക. അതിനുശേഷം നേരത്തെ അരച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഹൈ ഫ്ലെയിമിൽ വെള്ളം വറ്റുന്നതിന് വേണ്ടി ചൂടാക്കുക. വെള്ളം വറ്റി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി തക്കാളി ചട്നി റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.